ലെവൽ 3 എന്നോ ദേശീയ ദുരന്തമെന്നോ പേര് എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഈ മനുഷ്യർക്ക് സഹായം എത്തിക്കാൻ എത്ര വേഗത്തിൽ സാധ്യമാകും അത് മാത്രമാണ് ഉറ്റുനോക്കാനുള്ളത്. പലതരത്തിലുള്ള അസസ്മെന്റുകൾ നടന്നു, ഇവാലുവേഷൻ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കണക്കുകൾ ഒന്നനുസരിച്ച് മുണ്ടക്കൈയിൽ 1200 പേർ, അട്ടമലയിൽ 1400 പേർ, ചൂരൽമലയിൽ 2200-ലേറെ പേർ, 2248 എന്നോ മറ്റാണ് ആ കണക്ക്. ഇതുപോലെയുള്ള ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ കണക്കിനുമൊക്കെ അപ്പുറത്താണ് അവിടെ നമ്മൾ നേരിട്ട് പോയി കാണുമ്പോൾ മനുഷ്യരുടെ അവസ്ഥ. ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ 460 വീടുകളാണ് മുണ്ടക്കൈയിൽ നഷ്ടമായത് എന്ന് പറയുമ്പോൾ അതാണ് 460 വീടുകൾ ഉണ്ടായിരുന്നു, അതിൽ 30 മാത്രമാണ് വലിയ തോതിൽ നഷ്ടമായത് എന്ന് പറയുമ്പോൾ 430 വീടുകളും അവിടെ ഏറെക്കുറെ ഇല്ല. അവിടെ ഇനിയൊന്ന് കയറിക്കിടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കണക്കുകൾക്കൊപ്പം അപ്പുറത്ത് ആദ്യഘട്ടത്തിൽ നടത്തിയ ഇവാലുവേഷൻസിനൊക്കെ അപ്പുറത്ത് മനുഷ്യരുടെ യഥാർത്ഥ നാശനഷ്ടങ്ങൾ, മനുഷ്യന് സംഭവിച്ചിട്ടുള്ള വലിയ നഷ്ടങ്ങൾ അത് എത്രത്തോളം ആ ചോദ്യം വളരെ പ്രാധാന്യമർഹിക്കുന്നതെന്നാണ്. ഓരോ മേഖലയിലും എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന മനുഷ്യന്റെ കണക്കെടുപ്പ് എന്ന് പറയുന്നത് തലമുറകളായി ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം തൊട്ട് അവിടെ വന്ന് പണിയെടുത്ത് പതിയെ പല ഗ്രാമങ്ങളായി വളർത്തിയെടുത്തു കൊണ്ടുവന്ന് അതിനെ ചുറ്റിപ്പറ്റി സർക്കാർ സംവിധാനങ്ങളുണ്ടായി. അങ്ങനെ രൂപപ്പെട്ട ഒരു നാട് ഒറ്റ രാത്രി കൊണ്ട് തുടച്ചു നീക്കപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ ഇന്നോളമുള്ള അധ്വാനം അത്രയും മണ്ണെടുത്തു പോകുന്നു, ഒരു ഭൂമിക്കടിയിലായി പോകുന്നു. ഉരുൾപൊട്ടി ഒലിച്ചു പോയത് അവന്റെ ജീവിതം മാത്രമാണ്. ആ വിധത്തിൽ അങ്ങനെ സർവം നശിച്ച് ഇപ്പോൾ ക്യാമ്പുകളിലും ഇനി വാടക വീടുകളിലും താമസിക്കേണ്ടി വരുന്ന മനുഷ്യന് ആത്മാഭിമാനത്തോടെ ഈ സമൂഹത്തിന് മുന്നിൽ നിൽക്കാൻ എത്ര വേഗം സാധ്യമാക്കാൻ നമുക്കൊക്കെ കഴിയുന്നു, ഈ വരുന്ന ഭരണാധികാരികൾക്ക് കഴിയുന്നു. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അത് എത്രത്തോളം വേഗത്തിൽ സാധ്യമാകുന്നു അത് മാത്രമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെയാണ് പൂജ പറയുന്നത് പോലെ എന്ത് പാക്കേജ്, എന്ത് പേര്, അതൊക്കെ നിരർത്ഥകമാവുന്നത് അവിടെയാണ്. ഏറ്റവും വേഗത്തിൽ ആ മനുഷ്യന് കാര്യങ്ങൾ സാധിക്കുമോ, ഏറ്റവും വേഗത്തിൽ ആ മനുഷ്യന് എണീറ്റ് നിൽക്കാൻ കഴിയുമോ? ഒരു ഉയിർപ്പിന്റെ യോഗം എന്നാണ് ഞാൻ നേരത്തെ വിളിച്ചത്, ഒരു തിരിച്ചുവരവിന്റെ യോഗമാണ്. അതിന് എത്രത്തോളം അവരെ സഹായിക്കാൻ കഴിയും? ആ മനുഷ്യന്റെ ഒരു പ്രദേശത്തെ, പ്രകൃതി തുടച്ചു നീക്കിയ ഒരു പ്രദേശത്തെ വേറൊരിടത്ത് പുനഃസൃഷ്ടിക്കാനും പുനരധിവസിപ്പിക്കാനും മുന്നോട്ട് പോകാനും ഭാവിയെ സമാധാനത്തോടെ അത് തന്നെയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്ന് പറയുന്നത്. സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും എന്തെല്ലാം നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ മറ്റു മന്ത്രിമാരും അധികൃതരും എല്ലാം നമ്മൾക്ക് മുന്നിലേക്ക് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞതാണ്. അതിന്റെ കൂട്ടത്തിൽ അവർ മുന്നിലേക്ക് വെക്കുന്ന കാര്യവും ഇത് തന്നെയായിരുന്നു. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള പാക്കേജുകൾ ഉണ്ടാകണം. ആ വക കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് ഇന്ന് പ്രധാനമന്ത്രി ദുരന്തബാധിത മേഖലകളെല്ലാം തന്നെ സന്ദർശിച്ചത്. അതിനുശേഷം മേപ്പാടിയിലെ ക്യാമ്പിൽ എത്തുന്നു, മിംസ് ആശുപത്രിയിൽ എത്തുന്നു, ചൂരൽമല നേരിട്ട് കണ്ട് നമ്മൾക്ക് എപ്പോഴും വേദനയായി തന്നെ മാറുന്ന വെള്ളാർമല സ്കൂൾ പോലും അദ്ദേഹം കണ്ടു. അങ്ങനെ എല്ലാ പ്രദേശങ്ങളും കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ നിർണായകമായ അവലോകന യോഗത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ എന്തെല്ലാം പ്രതീക്ഷകൾ നമ്മൾക്കുണ്ടോ അതെല്ലാം തന്നെ കൃത്യമായി നടപ്പിലാകണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മളുടെ ഉള്ളിൽ വരികയാണ്. അത്രത്തോളം നിർണായകമായി സന്ദർശനമായിരുന്നു ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി വിവിധ മേഖലകളിൽ നിന്നും ആ ചോദ്യങ്ങളും ആ പ്രതീക്ഷകളുമാണ് ഉയരുന്നതും എന്നുള്ളതാണ്. കാരണം അവിടെയുള്ള മനുഷ്യരെ എല്ലാവരെയും തന്നെ അതേ രീതിയിൽ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അങ്ങനെ സാന്ത്വനിപ്പിച്ചിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്ക് നമ്മളെക്കാട്ടിലും ഒരുപക്ഷെ ഒരുപാട് പ്രതീക്ഷയാണ് അവിടെയുള്ള ഓരോ മനുഷ്യർക്കും. വലിയൊരു ദുരന്തത്തെ അതിജീവിച്ചവരാണ്, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. അവർക്ക് കൃത്യമായിട്ട് ഇനി ജീവിതം പടുത്തുയർത്തണം. അതിന് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്രത്തോളം വലിയ പ്രതീക്ഷയും അവർക്കുണ്ടാകും എന്നുള്ളതാണ്.